കണ്ണന്റെ തിരുസന്നിധിയിൽ നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷി നിർത്തി 27 ദേവസ്വം കൊമ്പന്മാർ അണിനിരുന്ന ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ജേതാവായി. പാരമ്പര്യാവകാശികളായ മാതേപ്പാട്ട് നമ്പ്യാരും കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശനും ചേർന്നാണ് മത്സരക്കൊമ്പന്മാർക്കുള്ള കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറിയത്. ഇതോടെ ആനയോട്ടത്തിനുള്ള വിളംബരമായി ക്ഷേത്രനാഴികമണി 3 അടിച്ചു. കുടമണികളുമായി ക്ഷേത്ര ഗോപുരനിറ വിട്ട് പാപ്പാന്മാർ മഞ്ചുളാൽ ലക്ഷ്യമാക്കി ഓടിയെത്തിയതോടെ അക്ഷമരായി കാത്തിരുന്ന ആനപ്രേമികൾ ആവേശാരവം മുഴക്കി. മഞ്ചുളാലിൽ വരികളായി നിർത്തിയ ആനകളെ കുടമണികൾ അണിയിച്ച ശേഷം 3 മണിക്ക് തന്നെ പാരമ്പര്യാവകാശിയായ മാരാർ ശംഖ് മുഴക്കി. കുടമണിക്കിലുക്കവും കാണികളുടെ ആരവവും ഏറ്റുവാങ്ങി ഗജവീരക്കൂട്ടം കിഴക്കേ നട ലക്ഷ്യമാക്കി നീങ്ങി. ഓട്ടക്കുതിപ്പിൽ ആദ്യം മുന്നിട്ട് നിന്നത് രാമൻകുട്ടിയായിരുന്നു. എന്നാൽ പാതി വഴിയിൽ രാമൻകുട്ടിയുടെ മുട്ടുചങ്ങല അഴിഞ്ഞത് വിനയായി. ഇതോടെ തൊട്ടു പിന്നാലെ എത്തിയ ദേവസ്വം കൊമ്പൻ ഗോപി കണ്ണൻ അവസരം മുതലെടുത്ത് വേഗം കൂട്ടി ലക്ഷ്യം താണ്ടി. നിറഞ്ഞ കരഘോഷത്താലും ആർപ്പുവിളികളാലും വിജയം കണ്ട ഗോപി കണ്ണൻ ഗോപുരനടയിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കണ്ണനെ വണങ്ങാനായി കടന്നു. കൊമ്പൻ ചെന്താമരാക്ഷൻ 2ാമതും കണ്ണൻ 3ാമതുമായി ഓടിയെത്തി. തുടർന്ന് ആചാരപ്രകാരം വിജയികളായ 3 കരിവീരന്മാരും ക്ഷേത്രത്തിനുള്ളിലെത്തി ഭഗവാനെ 7 പ്രദക്ഷിണം ചെയ്തു. പിന്നീട് പാരമ്പര്യാവകാശിയായ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ജേതാവായ ഗോപി കണ്ണനെ നിറപറ വെച്ച് സ്വീകരിച്ചു. 2001 തൃശൂർ സ്വദേശി നടക്കിരുത്തിയ 39 വയസ്സുള്ള ഗോപി കണ്ണൻ ഇത് 5ാം തവണയാണ് ആനയോട്ട മത്സര വിജയിയാകുന്നത്. മണികണ്ഠൻ, സുനീഷ്, ബൈജു എന്നിവരാണ് ഗോപി കണ്ണന്റെ പാപ്പാന്മാർ. 2ാം പാപ്പാൻ സുനീഷാണ് ഗോപി കണ്ണനെ മത്സര സമയത്ത് ആനപ്പുറത്തിരുന്ന് നിയന്ത്രിച്ചത്. കൊമ്പുകുലുക്കിയും മണിക്കിലുക്കവുമായി ജേതാവായി ഓടിക്കയറിയ ഗോപി കണ്ണനാണ് ഇനിയുള്ള ഉത്സവ ദിനങ്ങളിൽ കണ്ണന്റെ തങ്കത്തിടമ്പേറ്റുക. ആനയോട്ടം വീക്ഷിക്കാനായി മണിക്കൂറുകൾക്ക് മുൻപേ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി വിദേശികളടക്കമുള്ളവർ മത്സര വീതികളിൽ അണിനിരന്നിരുന്നു. ഗുരുവായൂർ ACP R ജയചന്ദ്രൻപിള്ള, ടെമ്പിൾ CI MU ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ N പീതാംബരക്കുറുപ്പ്, അഡ്മിനിസ്ട്രേറ്റർ CN അച്യുതൻ നായർ, മറ്റ് ഭരണസമിതി അംഗങ്ങളും ആനയോട്ടത്തിന് നേതൃത്വം നൽകി. ഐതിഹ്യപ്പെരുമ നിറഞ്ഞ ആനയോട്ടത്തോടുകൂടി ഗുരുവായൂർ മഹോത്സവത്തിന് തുടക്കമായി. ഇനിയുള്ള ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി ഉത്സവലഹരിയിൽ അമരും. ക്യാമറമാൻമാരായ ആഷിഖിനും സിബി പോട്ടൂരിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.